8 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന അവന് ഇപ്പം 8 വയസ്സായി ജുവാണ്. അവനൊരു 3 വയസ്സൊക്കെ തൊട്ട് അവനിങ്ങനെ പറയുന്നുണ്ട് അവൻ തന്നെയുള്ളൂ, അവനാരുമില്ല, അവനിപ്പം ലോൺലിനെസ്സാണ്, ബാക്കി എല്ലായിടത്തും ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, എനിക്ക് മാത്രം തന്നെ ഇല്ലാത്ത എപ്പോഴും ചോദിക്കുമായിരുന്നു. അവനോടിപ്പോൾ പറയാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. അപ്പോൾ അവനെന്നും ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു കുഞ്ഞാവെ തന്നെ. അപ്പോൾ അവൻ എന്നും ഡെയിലി എപ്പോഴും പ്രാർത്ഥിക്കും. പള്ളി ചെല്ലുമ്പോഴൊക്കെ ആണല്ലോ അവൻ ആദ്യം പ്രാർത്ഥിക്കുന്നത്. അവന് കുറേ പ്രയറിന് കുറേ ഇതുണ്ട്, അവൻ്റെ കാര്യങ്ങൾ കുറേ ഇതുണ്ട്. ഡെയിലി അത് തന്നെ പറയുള്ളൂ. അങ്ങനെ ഇതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നുകൊണ്ട് ചോദിക്കും, അമ്മ ബേബി ഉണ്ടോ, കുഞ്ഞുവാവ എന്നാ വരുന്നത്, കുഞ്ഞുവാവ എന്നാ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എക്സൈറ്റഡായിട്ട് ഞങ്ങൾ അറിഞ്ഞു ബേബി ഉണ്ടെന്നുള്ള കാര്യം. ഏറ്റവും ആദ്യം അവനോട് പറഞ്ഞു. ഭയങ്കര സന്തോഷം, അവൻ്റെ ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അതിക്കുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുള്ള സമയത്തിന് എല്ലാ കാര്യവും നടന്നു. അവന് വേണ്ടിയിട്ടാണ് അല്ലേടാ കുഞ്ഞുവാവ് വരുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ കുഞ്ഞുമണി വരാൻ ആരാ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച്? ഞാനാണോ? അതെന്നാ, എന്തിനാ അങ്ങനെ ആഗ്രഹിച്ച്? കുഞ്ഞിനെ എനിക്ക് വേണോ ഒത്തിരി ആഗ്രഹിച്ചു. പിന്നെ കൂട്ട് വരും ചെയ്യൂല. ആണോ? കുഞ്ഞിന് വരുന്ന ആരാ ആദ്യം കൊച്ചോട് പറഞ്ഞത്? അമ്മയും അപ്പ. ആണോ? എങ്ങനെ അറിഞ്ഞു നമ്മള്? അമ്മ എന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞോ? അതിന്റെ ഫാമിലി മെമ്പേഴ്സോടൊക്കെ പറഞ്ഞത് ആരാ? എല്ലാവരും ഫാമിലിയെ അറിയിച്ചേ? ഞാനും അമ്മയും അപ്പ. ആദ്യം ആരെയൊക്കെ അറിയിച്ചത്? ചാച്ചൻ്റെ അമ്മച്ചി അപ്പൂപ്പയാണ്. ആണോ? അവരെന്നാ പറഞ്ഞു കൊച്ചോടുന്നത്? പറഞ്ഞോ? എത്ര മാത്രം ഹാപ്പി ആയി? അപ്പൊ ഇൻഫിനിറ്റി ആയിരുന്നു. ആര് വേണോന്നാ കൊച്ചു ആഗ്രഹിച്ചേ? ബേബി ഗേൾ വേണോ, ബോയ് വേണോന്നാണ് ആഗ്രഹിച്ചത്? പക്ഷെ രണ്ടും വേണമെന്ന്. ആരാതെല്ലാം പ്രാർത്ഥിച്ച് ഈശോട് പ്രാർത്ഥിച്ചാരാ? ഞാൻ പ്രാർത്ഥിച്ചോണ്ടാണോ ഉണ്ടായേ? ആണോ? ബേബി ഗേൾ ആണോ? ആരാ പറഞ്ഞേ? എങ്ങനെയാ അറിഞ്ഞ ബേബി ഗേൾ ആണ്? അമ്മേന്റെ സെക്കൻഡ് സ്കാൻ ചെയ്തപ്പോ അറിഞ്ഞോ? ബേബി ഗേൾ പേരെന്താ? ജോസഫൈൻ. പിന്നെ 3 നിക്നെയിം എന്നൊക്കെ? ജോസു, നിയ, സോഡ. ജോസു, നിയ, സോറ. ഇതെവിടുന്ന് കണ്ടുപിടിച്ചാ കൊച്ചിതൊക്കെ? ജോസുത്തി അമ്മേന്റെ അപ്പേന്റെ ഐഡിയ ആയിരുന്നു. നീയും സോറ എന്റേതുമായിരുന്നു ഐഡിയ. എനിക്ക് എവിടെ നിന്ന് ഐഡിയ കിട്ടിയേ? എല്ലാ സമയം കണ്ടാൽ ഇരിക്കുന്നത് നിഞ്ചാഗോനകത്തുനിന്ന്. നിഞ്ചാഗോ അല്ല, നിഞ്ചാഗോ. അപ്പേക്ക് എനിക്കറിയത്തൊന്നും അപ്പേക്ക് മുടിയെ കളിയിച്ചില്ലല്ലോ. അപ്പൊ ഏറ്റവും ഇഷ്ടം ആരാ? നീയാനാണ് ഇഷ്ടമാകത്തത്? നോ. പിന്നെ ലോയിഡ്. പിന്നെ നീയാന്ന് പേരിട്ടെ? ലോയിഡ് ബോയ് ആണോ? അതുകൊണ്ടാണ് നീയാന്നിട്ട്. നീയല്ലേ സോറ. എക്സൈറ്റഡ് ആണോ ബേബിനെ കാണാൻ? വിളിച്ചോ? എനിക്ക് വിളിച്ചു നോക്കി. കേൾക്കുന്നുണ്ടോ? ഒച്ച കേൾക്കുന്നുണ്ടോ? എങ്ങനെയാ ഒച്ച കേൾക്കുന്നത്? വിശക്കുന്നുണ്ടോ ഇപ്പൊ? എനിക്ക് വിശക്കുന്നുണ്ട്. വിളിച്ചേ നീ ജോസൂട്ടിന്ന് വിളിച്ചേ. ജോസൂട്ടി, സോറ, കുട്ടി. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഡെലിവറിയുടെ സമയം വരുമ്പോൾ ആരും ഫാമിലിയിൽ നിന്ന് ആരും വരാൻ സാഹചര്യമില്ല നിലവിൽ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കസിൻസൊക്കെ ഉണ്ട്, എൻ്റെ അനിയനും ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. അതെപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇതിലാണ് ജീവിച്ചു പോകുന്നത്. എല്ലാം ദൈവം നടത്തി തരുമെന്ന് വിചാരിക്കുന്നു.
നമ്മുടെ കുഞ്ഞുണ്ണി വരാനേ എങ്ങനെയാ എല്ലാം പ്രിപ്പറേഷൻ ചെയ്തേ, എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചേ പക്ഷെ ഓർക്കുന്നുണ്ടോ? ആദ്യം എന്നതാ വാങ്ങിച്ചത്? സ്വിങ് മേടിച്ചു, ട്രോളി മേടിച്ചു, കാർ സീറ്റ് മേടിച്ചു, ക്രിബ് മേടിച്ചു, ഉറുപ്പ് മേടിച്ചു, ടോയ്സ് മേടിച്ചു. പിന്നെ ഉടുപ്പ് മേടിച്ചില്ലേ? ഉറുപ്പ് മേടിച്ചെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്താ വാങ്ങിച്ചേ? ക്രിബിനകത്ത് വെക്കാൻ വെക്കുന്ന ബെഡ്ഷീറ്റും കുഷന്, പിന്നെ മ്യൂസിക്കുള്ള മ്യൂസിക്കിന്റെ ഇത് കറങ്ങുന്ന സാധനവും ടോയ്സും കുറെ വാങ്ങിച്ചു. പിന്നെ ഷൂ മേടിച്ചിട്ടുണ്ടല്ലേ? ഷൂ മേടിച്ചു, ക്യാപ്പ് മേടിച്ചു, ക്യാപ്പ് മേടിച്ചു. പിന്നെ പിന്നെ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാ കൊച്ചിന്? ആ സ്വിങ്ങാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. അതിനാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ മ്യൂസിക്കുണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കുഞ്ഞിന്റെ അടുത്തുള്ള ഇരിച്ചാലേ റിമോട്ടുണ്ടല്ലേ അതിന്? ജോസഫിനെ കാത്തിരിക്കാന്ന്. സോഡ അല്ലല്ല, ജോസഫൈ ഓഫീഷ്യൽ നെയിമാണ്, നീ മിണ്ടിയേക്കല്ല. ഞങ്ങള് ജോസഫൈനെ ഞങ്ങളുടെ നിയമോളെ ഞങ്ങൾ ജോസൂട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. Trees are made for climbing, days are made for sun, puddles are for jumping, fields are made to run, stars are made for counting and for wishes coming true, sleep is made for dreaming and I have dreams for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand to hold. Stones are made for skipping, stories made to tell. Life is made for living, I pray you live it well. Learning comes from trying, so don't be afraid to lose. Songs are made for singing, കുട്ടി I'll sing this one for you. എന്നെ എടുക്കുവാ.